ഉത്തരയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതില് സത്യമുണ്ടോ? എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. നമ്മള് പല കഥകളും കേൾക്കുന്നില്ലേ, വലിയ വലിയ കാര്യങ്ങളുടെ ഇടനിലക്കാരായി വരുന്നവരെ കുറിച്ച്. അതുപോലുള്ള ഒരുത്തിയ ഉത്തരം. ഒറ്റയടിക്ക് ആരെയും വിലയിരുത്തണ്ട. തവണകൾ മുടക്കി എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണ്. കമ്പനി നടപടികൾ അവരുടെ ശരിയുമാണ്. വിപിന്റെ വരവോടെ ഹരിയുടെ മനസ്സിൽ ചിലത് ഉറച്ചിട്ടുണ്ട്. ഉത്തരടക്കം എല്ലാവരും ട്രാപ്പിയായിരുന്നു എന്നാ ഹരി വിശ്വസിക്കുന്നത്. അല്ല മോളെ, ഇവരെല്ലാവരും പറയുന്നത് ഒരു ജയാറിനെ കുറിച്ചാണ്. ഹരിയോട് അയാളെ ഒന്ന് നേരിട്ട് കാണുന്നതിനെ കുറിച്ച് സംസാരിച്ചൂടെ? എന്നിട്ട് അയാൾ എന്ത് ചെയ്യാനമ്മേ? അമ്മ വിപിൻ പറഞ്ഞത് കേട്ടതല്ലേ? സത്യത്തില് ജയാറിന്റെ ക്രൂരതകളെ കുറിച്ചാ അവര് പറഞ്ഞതൊക്കെ. കടം തിരിച്ചു പിടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലോ? നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയുമ്പോ ജയാർ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലോ? അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഈ കഥകളിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ കിടക്കുമ്പോ രക്ഷകൻ വരാറുണ്ടല്ലോ. അങ്ങനെ ഒരാളാണ് ജയാർ എന്നാണോ? അങ്ങനെയൊന്നുമല്ല. നമുക്കിപ്പോ ഇത്തിരി കനിവാണ് വേണ്ടത്. അത് ആരുടെ ഭാഗത്തു നിന്നായാലും കുഴപ്പമില്ലല്ലോ മോളെ. നമ്മളായിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലേണ്ട കാര്യമൊന്നുമില്ലമ്മേ. പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ജയാർ നമ്മളെ തേടി വരും, നമ്മുടെ അടുത്തേക്ക് വരട്ടെ. കമ്പനി എഗ്രിമെന്റിനും അപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കാം ഈ പറയുന്ന ജയാറിനോട്. അയാൾക്കും ഒരമ്മയൊക്കെ കാണുമല്ലോ. ആ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും ഹരിയോട് ചോദിച്ചിട്ട് മതിയമ്മേ. ഓരോ കാലത്ത് ഉറക്കം കളയാൻ ഓരോരുത്തരാ. ഇത്രയും കാലം ജീവനായിരുന്നു. ഇനി അങ്ങോട്ട് ജയാർ.